2024 ജനുവരി മാസം 23-ാം തീയതി ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ സംഭവമാണിത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടിലും മറ്റു പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഒരു ചെറിയ ഗ്രാമമാണ് തിമോർഹ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സ്കൂളുണ്ട്, സെൻറ്റ് മേരീസ് സ്കൂൾ. അവിടെ പഠിക്കുന്ന ഒരു 14 വയസ്സുകാരി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിത്തത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിയുടെ പഠിത്തമൊക്കെ വളരെ മോശമാവുകയാണ്. വരുന്ന മാർക്കൊക്കെ എന്ന് വെച്ചാൽ വളരെ മോശം മാർക്കാണ് ആ കുട്ടി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഠിത്തത്തിൽ ആ കുട്ടി ഒരുപാട് പുറകോട്ട് പോയിരിക്കുകയാണ്. വാങ്ങിക്കുന്ന മാർക്കൊക്കെ വളരെ മോശമായിട്ടുള്ള മാർക്കാണ് വാങ്ങിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോഴെന്ന് വെച്ചാൽ ആ കുട്ടി ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട ഒരു നിലയിലാണ്. കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുന്നില്ല. സൗഹൃദങ്ങളൊന്നും ആ കുട്ടിയാണെങ്കിൽ വേണ്ടാന്ന് വെക്കുകയാണ്. മാത്രവുമല്ല, എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ മറ്റ് പല ചിന്തയിലേക്കും പോവുക. അതായത് ഈ ലോകവുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത രീതിയിലാണ് ആ കുട്ടിയുടെ അപ്പോഴത്തെ ഒരു നിലയെന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ ടീച്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കുട്ടിയെ വിളിക്കുകയാണ്, ആ കുട്ടിയോട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. എന്നാൽ ഒന്നും തന്നെ പറയുന്നില്ല. ആ ടീച്ചർ എന്ത് ചോദിച്ചാലും മൗനമായിട്ടിരിക്കുകയാണ്. എന്തോ ഒരു മരവിച്ച അവസ്ഥ. കരയുന്നില്ല, സങ്കടപ്പെടുന്നില്ല, ദേഷിക്കുന്നില്ല, ഒന്നും തന്നെയില്ല. ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ലാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ചിന്തിക്കുകയാണ്, ഇവർക്ക് എന്തോ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇത് വളരും. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ അവളുടെ വീട്ടുകാരെ അറിയിക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇവൾക്കാണെങ്കിൽ ഒരമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ കൊച്ചിലെ തന്നെ മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ അമ്മ ആണെങ്കിൽ വീട്ടുജോലി മറ്റു പുറത്തൊക്കെ പോയി പല വീടുകളിലും പോയിട്ട് വീട്ടുവേല എടുത്തിട്ടാണ് ഈ കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ആ അമ്മേനെ ആണെങ്കിൽ വിളിച്ചു വരുത്താം, അവരോട് കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ള രീതിയിൽ ആ ടീച്ചർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ അമ്മയെ വിളിച്ചു വരുത്തിയാണ്. അമ്മ വരികയാണ്. വന്ന സമയത്ത് ആ അമ്മയോട് പറയുകയാണ്, ഇതുപോലെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, പഠിത്തത്തിലൊക്കെ ഇപ്പം ഭയങ്കര മോശമാണ്. നേരത്തെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്, ഇപ്പം വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരുമായിട്ടും സംസാരിക്കുകയോ ആരുമായിട്ട് കൂട്ടുകെട്ടുകയോ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ രീതിയിലെ പ്രശ്നമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചതിന് ശേഷം ഒരു കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കുക. ചിലപ്പോൾ നേരെയാവാൻ സാധ്യതയുണ്ട്. കാരണം നല്ല ബ്രില്യൻ്റ് ആയിട്ടൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ആ ഒരു മാതാവിനോട് ടീച്ചർ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ മാതാവ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷേ ഇവരുടെ ഒരു ഫാമിലി എന്ന് വെച്ചാൽ വളരെ നിർധനരായിട്ടുള്ളൊരു ഫാമിലിയാണ്. ഈ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ പഠിപ്പും കാര്യങ്ങളൊന്നും അധികമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അവർക്കൊരു പേടിയും വിഷമമൊക്കെ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ചിന്ത, ഈ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിക്കുന്നത് മെൻ്റൽ പ്രോബ്ലം ഉള്ളവർക്കാണ്, മാനസികമായിട്ട് സമനില തെറ്റിയ ആൾക്കാർക്കാണ് അവിടെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അവൾക്കാണെങ്കിൽ വിഷമം സങ്കടം ഒക്കെ കൊണ്ടായിരിക്കും. അല്ലാതെ എൻ്റെ മോൾക്ക് പ്രത്യേകിച്ച് മറ്റു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കൊണ്ട് കാണിക്കുന്നത്, കുറച്ച് ദിവസം അവൾ സ്കൂളിൽ പോകാതിരിക്കട്ടെ എന്നുള്ള കാര്യം ഈ അമ്മ വിചാരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് 2024 ജനുവരി മാസം 23-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അതിനുശേഷം ആ കുട്ടിയെ ആണെങ്കിൽ ആ അമ്മയാണെങ്കിൽ സ്കൂളിലേക്ക് വിടുന്നില്ല. ആ വീട്ടിൽ മൊത്തവും 4 അംഗങ്ങളാണുള്ളത്. ഈ അമ്മയും ഈ മകളും. ഈ കുട്ടിയെ കൂടാതെ ആ അമ്മയ്ക്ക് 2 ആൺമക്കൾ കൂടിയുണ്ട്. ഈ കുട്ടിയുടെ മുതിർന്ന ജ്യേഷ്ഠന്മാരാണ്. ഒരാളുടെ പേര് അംസാദും 23 വയസ്സ്, ഒരാളുടെ പേര് വസിയാത്ത് 21 വയസ്സ്. അങ്ങനെ ഈ 4 പേരാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ അമ്മയുടെ ചിലവ് കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോയിരുന്നത്. ഈ അംസാദിനാണെങ്കിലും വസിയാദിനാണെങ്കിലും പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ഇങ്ങനെ കൂലിപ്പണി എടുത്തുള്ള ആ ഒരു ചിലവിലായിരുന്നു ആ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ഈ 3 പേരുമാണ് തനിച്ചായിരിക്കുന്നത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ആ കുട്ടിയാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നത്. ഭയന്നു പോയ അമ്മ ഉടനെ തന്നെ വണ്ടി വിളിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ അവർ കാണിക്കുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടർക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ട് ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്കാനിങ് ചെയ്യുകയാണ്. സ്കാൻ റിപ്പോർട്ട് പറ്റുന്ന സമയത്ത് ആ ഡോക്ടർ ഞെട്ടിപ്പോവുകയാണ്. ഉടനെ തന്നെ ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ തന്നെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുകയാണ്. അങ്ങനെ പെട്ടെന്ന് പോലീസുകാർ ആ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്.
ഈ അമ്മേനെ കൂട്ടിക്കൊണ്ടുപോയി മാറ്റി നിർത്തി ഈ അമ്മയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പം ഈ പോലീസുകാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഭയന്നു പോവുകയാണ്. മാത്രമല്ല തന്നെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വല്ലാണ്ട് ഭയന്നു പോയി ഈ അമ്മ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ലേഡി കോൺസ്റ്റബിളൊക്കെ വന്നിട്ട് ഈ അമ്മയോട് സംസാരിക്കണം, ഒന്നും വിചാരിക്കേണ്ട, പേടിക്കൊന്നും ചെയ്യേണ്ട, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, കുറച്ച് സംശയം തോന്നി, അപ്പം അത് ഡോക്ടറാണെങ്കിൽ പോലീസുകാരോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഭയപ്പെടുന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമില്ല, അമ്മ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അമ്മ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ അമ്മേനെ അവിടെ സമാധാനപ്പെടുത്തി ഇരുത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയാണ്. അതായത് ആ സ്കാൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ഒരു 14 വയസ്സുകാരി പ്രഗ്നൻ്റ് ആയത് എങ്ങനെയാണ് എന്നുള്ളതാണ് പോലീസുകാർക്ക് അറിയേണ്ടത്. അപ്പോൾ ആ കാര്യം അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് 2 കൈയും തലയിൽ ഇങ്ങനെ കൊടുത്തിട്ട് തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. എന്നിട്ട് ഉച്ചത്തിൽ കരയുകയാണ്. കാരണം ആകെയുള്ള ഏക മകളാണ്, ബാക്കിയുള്ള 2 ആൺമക്കളാണ്. അപ്പോൾ ഈ മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു, അവൾ ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, അവൾ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്, അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപേ നമ്മളെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തലയിലേക്ക് കൈ അടിച്ചുകൊണ്ട് ഈ അമ്മ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. അത് കണ്ട പോലീസുകാർക്ക് വല്ലാതെ വിഷമവും സങ്കടമൊക്കെ തോന്നുകയാണ്. ഉടനെ തന്നെ ആ മകളുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയപ്പോഴത്തെ ആ മകളെ കൂട്ടി ആ ഹോളിലേക്ക് വരികയാണ്. ഇതെല്ലാം നടക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആ ഹോളിലേക്ക് വന്നതിന് ശേഷം ആ മകളോട് കാര്യങ്ങൾ തിരക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ഇങ്ങനെ കാര്യങ്ങൾ തിരക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് മകളെ അടിക്കുകയാണ്. അടിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്തലോട്, നീ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു, നീ ഞങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചോ, നീ എൻ്റെ വയറ്റിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ മകളെ ഈ അമ്മ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പോലീസുകാരൊക്കെ ചേർന്നിട്ട് ഈ അമ്മേനെ പിടിച്ച് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം ആ മകളോട് കാര്യങ്ങൾ തിരക്കുകയാണ്. പെട്ടെന്ന് പോലീസുകാരെയും തൻ്റെ അമ്മയുടെ ഇത്തരം പ്രവൃത്തികളൊക്കെ കണ്ടപ്പോഴത്തേക്കും അപ്പോൾ 14 വയസ്സുകാർ ഭയങ്കരമായിട്ട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ചുറ്റും പോലീസുകാർ നിൽക്കുന്നു, അമ്മയാണെങ്കിൽ തന്നെ ആവശ്യമില്ലാതെ മർദ്ദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്നുള്ളത് അപ്പോൾ 14 വയസ്സുകാർക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്, തനിക്കൊരു പനിയും തലകറക്കവും വന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അവിടേക്ക് പോലീസുകാർ വരേണ്ട ആവശ്യം എന്താണ്, അതുപോലെ തന്നെ എന്തിനാണ് തൻ്റെ അമ്മ തന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആ കൊച്ചിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ പോലീസുകാർ ആ കൊച്ചിനെ ആണെങ്കിൽ സമാധാനത്തോടെ കസേരയിൽ ഇരുത്തിയതിന് ശേഷം കാര്യങ്ങൾ പറയുകയാണ്. ഇതുപോലെ സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അമ്മയ്ക്ക് ദേഷ്യം വന്ന് മോളെ അടിച്ചത്. മോൾ ആരെങ്കിലുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ കൊച്ചു പറയണത് ഇല്ല, ഞാൻ ആരുമായിട്ട് ഇഷ്ടത്തിലൊന്നും അല്ലായിരുന്നു, എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എന്താ പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് തിരിച്ച് ആ കൊച്ചു ചോദിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ പറയാണ് സ്കാനിങ് റിപ്പോർട്ടും പ്രകാരം 22 ആഴ്ച മോള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടാണ് അമ്മ മോളെങ്ങനെ ഉപദ്രവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഇത് വീണ്ടും കേട്ടപ്പോഴത്തേക്ക് അമ്മ ഒരുപാട് ഉച്ചത്തിൽ കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാരുടെ ഇത്തരം കാര്യങ്ങളും സംസാരമൊക്കെ കേട്ടപ്പോഴത്തേക്ക് പെൺകുട്ടി പെട്ടെന്ന് പേടിക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല ഇരുന്നിടത്തുനിന്ന് ഓടിച്ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ, എന്നെ വിശ്വസിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മേനെ ഞാൻ ചതിക്കുകയോ നമ്മുടെ കുടുംബത്തെ ഞാൻ ചതിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഉച്ചത്തിൽ ആ കുട്ടി കരയുകയാണ് ചെയ്യുന്നത്. അപ്പം പോലീസുകാരും അമ്മയൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം വെച്ചാൽ ആ കുട്ടി 22 ആഴ്ച പ്രഗ്നൻ്റ് ആണ്, എന്നിട്ടും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് പോലീസുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അമ്മയും ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് നീ ഈ പ്രഗ്നൻ്റ് ആയത്, നീ എങ്ങനെ ഇപ്പം ഗർഭിണി ആയത്, നിനക്കറിയില്ലായിരുന്നോ ഇത്തരം കാര്യങ്ങളൊന്നും, അതുകൊണ്ട് നിന്നെ ഇനി ആരെങ്കിലും ഉപദ്രവിച്ചാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിയോട് ചോദിക്കണം. അപ്പം ആ കുട്ടി 2 പേരുടെ പേര് പറയുകയാണ്, ഇവരാണ് എന്നെ ഉപദ്രവിച്ചതെന്നുള്ളത്. അത് കേട്ടപ്പോഴത്തേക്ക് ആ അമ്മ പെട്ടെന്ന് ബോധക്ഷയം വന്ന നിലത്തേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല പോലീസുകാർ ഉടൻ തന്നെ അവിടെ നിന്നും പോവുകയാണ്. ഈ പോലീസുകാർ നേരെ പോകുന്നത് വസീറ റോഡിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം ഈ പെൺകുട്ടി പറഞ്ഞ 2 പ്രതികളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നേരെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അമ്മേനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ്. അവർ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നേരെ തിരിച്ച് വീണ്ടും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. വന്നതിന് ശേഷം ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഇവരാണോ കുട്ടിയെ ഉപദ്രവിച്ചത് എന്നുള്ളത്. 2 പ്രതികളെ കാണിച്ചുകൊണ്ടാണ് ഈ പോലീസുകാർ ഇത് ചോദിക്കുന്നത്. അവരെ കണ്ടത് പെട്ടെന്ന് ആ മാതാവ് ഓടിച്ചെന്ന് അവരെയാണെങ്കിൽ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പോലീസുകാർ ബലം പ്രയോഗിച്ച് ആ മാതാവിനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. മാത്രമല്ല പെൺകുട്ടിയോട് ചോദിക്കണം, പെൺകുട്ടി പറയുകയാണത് ഇവർ തന്നെയാണ് എന്നെ ഉപദ്രവിച്ചത് എന്നുള്ളത്. ആ പെൺകുട്ടി ആ 2 പേരുടെ മുഖത്ത് നോക്കി തന്നെയാണ് ഈ ഒരു കാര്യം പറയുകയുണ്ടായത്. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോഴേ ആ മാതാവിനെ താങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബം തകർന്ന്, എൻ്റെ കുടുംബം നശിച്ച്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അലമുറയിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ കരയുകയാണ് ചെയ്യുന്നത്. ഈ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് അവിടെ നിന്ന് ആ പെൺകുട്ടിയും അലമുറയിട്ട് കരയുകയാണ്. മാത്രവുമല്ല
ഈ അമ്മയുടെ ഈ സങ്കടവും ഈ ബുദ്ധിമുട്ടും വിഷമമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആ 2 ചെറുപ്പക്കാരും കരയുന്നുണ്ട്. കരയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മൂത്ത സഹോദരന്മാരായിരുന്നു ഈ 2 പ്രതികളും. നമ്മൾ നേരത്തെ പറഞ്ഞ 23 വയസ്സുള്ള അംസാദും 21 വയസ്സുള്ള വസിയത്തും ആയിരുന്നു ഈ കുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി. ഇവർ രണ്ടുപേരും സഹോദരന്മാരാണെങ്കിലും ഒരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു രണ്ടുപേരും നടന്നുകൊണ്ടിരുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ഷാലിമാർ ഗാർഡനിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ സിദ്ധാർത്ഥ് ഗൗതം പറയുന്നത്, പ്രതികൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിച്ച് വരികയായിരുന്നു. ഇവർ സ്വർഗാനുരാഗികളായിരുന്നു. അതുപോലെ തന്നെ ഈ നീല ചിത്രങ്ങൾക്ക് അടിമകളുമായിരുന്നു. ഈ സ്വർഗാനുരാഗി എന്ന് വെച്ചാൽ ഇവർ പുറത്തു പോയിട്ടില്ല, ഇവർ സഹോദരങ്ങൾ തമ്മിൽ തന്നെയായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ നീലചിത്രങ്ങൾക്ക് അടിമകളായതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇളയ സഹോദരിയായിട്ടുള്ള ആ ഒരു 14 വയസ്സുകാരോട് ഇവർക്ക് വല്ലാത്തൊരു ഭ്രമം തോന്നുകയാണ്. ഇത്തരം നീലചിത്രങ്ങളൊക്കെ ഇവർ അതിന് പ്രേരിപ്പിക്കുന്നുണ്ട്, അതിനുള്ള ഒരു പ്രചോദനം കൊടുക്കുന്നുമുണ്ട്. ഇത്തരം നീലചിത്രങ്ങൾ കാണുമ്പോഴത്തെ പലരുടെയും മാനസികാവസ്ഥ പല രീതിയിലാവുന്നുള്ളത് നമ്മൾ പല ക്രൈമിലും കണ്ടിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഇവർക്കാണെങ്കിൽ ഇവരുടെ സഹോദരിയോട് തീരാത്ത വല്ലാത്തൊരു കാമം തോന്നുകയാണ്. വീട്ടിൽ അമ്മയില്ലായിരുന്ന സമയത്ത് ഈ 2 സഹോദരന്മാരും ചേർന്ന് ആ 14 വയസ്സുകാരെ ഉപദ്രവിക്കുകയാണ്. മാത്രമല്ല ആ കുട്ടിയെ ഭീഷണിപ്പെടുന്നുണ്ട്. ഇത് നീ പുറത്ത് പറയുകയാണെങ്കിൽ നിന്നെയും അമ്മേനും ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ടായിരുന്നു ആ കുട്ടി അത്തരം ഒരു സംഭവം നടന്നിട്ടും അത് പുറത്താരോടും പറയാതിരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് തൻ്റെ സഹോദരന്മാർ ചെയ്തു പോന്നിരുന്ന ഈ ക്രൂരകൃത്യം ആ പെൺകുട്ടി മറച്ചിരുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയായിരുന്നു. ഈ കുട്ടിക്ക് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മാത്രമല്ല തൻ്റെയും തൻ്റെ അമ്മയുടെയും ജീവന് ഭീഷണിയാണ്, തൻ്റെ സഹോദരന്മാർ തങ്ങളെ കൊന്നുകളയും എന്നുള്ളൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ആ കുട്ടി പേടിച്ചിട്ട് ആരോടും ഇതൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി പലപ്പോഴും തൻ്റെ മാനസികാവസ്ഥ കൈവിട്ടു പോകുന്ന അവസ്ഥയിലൊക്കെ പോകുന്നുണ്ട്. പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നു, മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിയാവുന്നു, ഇടപഴകാൻ മടിയാവുന്നു, എല്ലാവരിൽ നിന്നും വിട്ടു നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ പെൺകുട്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷാദ രോഗത്തിലേക്കായിരുന്നു ആ പെൺകുട്ടി പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ടീച്ചർ ഈ കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തൻ്റെ അമ്മയോട് പറയുന്നതും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ പറയുന്നത്. ഒരു പക്ഷേ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നെന്നുണ്ടെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു സംഭവം പോവില്ലായിരുന്നു. എല്ലാവരും ഒരു കാര്യം ഓർക്കുക, ഈ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാനസിക രോഗിയെ മാത്രം കൊണ്ടുപോയി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പം നോർമലായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമോ സങ്കടമോ നമുക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ പോലും തീരാത്ത സങ്കടങ്ങളും വിഷമങ്ങളും നമുക്കറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്കും പോയി ഒരു കൗൺസിലിങ് കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അത്തരക്കാരെ ഒന്നും ഒരിക്കലും ആണെങ്കിൽ ഒരു മനോരോഗിയായിട്ടൊന്നും ആരും കാണാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളും നമ്മൾ മാറ്റുന്നത് നന്നായിരിക്കും. കാരണം പല പ്രശ്നങ്ങളും ചിലപ്പം അത് കാരണം പിന്നീട് വരാൻ സാധ്യതയുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ആ ടീച്ചർ പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരു കൗൺസിലിങ്ങിന് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വഷളായി പോവില്ലായിരുന്നു. ഇപ്പം ആ പെൺകുട്ടിയുടെ ഭാവി പോയി, ആ 2 സഹോദരന്മാരുടെയും ഭാവി പോയി. ഇത്രയും നാളും അച്ഛനില്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് ആ 3 മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ആ അമ്മയുടെ കണ്ണുനീര് മാത്രമാണ് അവസാനം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഈ കേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.